വെൽക്കം ടു ബയോ ക്ലാസ്. ഞാൻ അജിത CJ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് പെൻഡോസിസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ബയോകെമിസ്ട്രിയുടെ കാർബോഹൈഡ്രേറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് പെൻഡോസിസ് തൊട്ടുള്ളത് എടുക്കുന്നത്. ഓക്കെ, അപ്പം പെൻഡോസിസ് എന്ന് പറയുന്നത് the monosaccharides containing 5 carbon atom and their molecular formula is C5H10O5. ഓക്കെ, അപ്പോൾ മോളിക്കുലർ ഫോർമുല അതായത് 5 കാർബൺസ് വരുന്നതാണ് പെൻഡോസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ 5 കാർബൺസ് വരുന്ന കോമ്പൗണ്ട്സ് ആണ് പെൻഡോസിസ് എന്ന് പറയുന്നത്. അത് C5H10O5 എന്നുള്ളതാണ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ഇനി പെൻഡോസിസ് എന്ന് പറയുന്നത് സിമ്പിൾ ഷുഗർ ആണ്, വാട്ടറിൽ സൊല്യൂബിൾ ആയിട്ടുള്ള ഫോമാണ് പെൻഡോസിസ് എന്ന് പറയുന്നത്. ദെൻ ദേ ആർ ഷുഗേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർബോഹൈഡ്രേറ്റിനെ ഷുഗേഴ്സ് എന്നും നോൺ ഷുഗേഴ്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഷുഗേഴ്സുകളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഷുഗേഴ്സിൽ വരുന്നതാണ് പെൻഡോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടായിരിക്കും. ക്രിസ്റ്റലൈൻ ഫോംസിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ പെൻഡോസിസ് കണ്ടെയ്ൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഓർ എ കീറ്റോൺ ഗ്രൂപ്പ്. പെൻഡോസിസിൽ 2 രീതിയിൽ വരാം, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളതോ അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് ഉള്ളതോ ആണ്. പെൻഡോസിസ് കണ്ടെയ്ൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ആൽഡോ പെൻഡോസിസ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളതിനെ ആൽഡോ പെൻഡോസിസ് എന്ന് പറയുന്നു. കീറ്റോൺ ഗ്രൂപ്പ് ഉള്ളത് പെൻഡോസിസ് കണ്ടെയ്നിങ് കീറ്റോൺ ഗ്രൂപ്പ് ഈസ് കോൾഡ് കീറ്റോ പെൻഡോസിസ് ഓർ പെൻറ്റുലോസ്. ഓക്കെ, അപ്പോൾ പെൻറ്റുലോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റോൺ ഗ്രൂപ്പ് ഉള്ള പെൻഡോസിസിനെയാണ് എന്ത് പറയുന്നത്, പെൻറ്റുലോസ് എന്ന് പറയുന്നത്. ഓക്കെ, കീറ്റോൺ ഗ്രൂപ്പ് ഉള്ളതിനെയാണ് പെൻറ്റുലോസ് എന്ന് പറയുന്നത്. പെൻഡോസിസ് ആർ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഓഫ് ദി ന്യൂക്ലിക് ആസിഡ്. നമുക്കറിയാം ന്യൂക്ലിക് ആസിഡിൽ വരുന്നത് 2 ന്യൂക്ലിക് ആസിഡ്സ് ആണ് നമുക്ക് വരുന്നത്. ഒന്ന് RNA പിന്നെ ഒന്ന് വരുന്നത് DNA ആണ് അല്ലേ. RNAയും DNAയും ആണ്. അങ്ങനെ 2 ന്യൂക്ലിക് ആസിഡ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, RNA ആൻഡ് DNA. അതിനകത്ത് RNA എന്ന് പറയുന്നതിൽ വരുന്നതാണ് റൈബോസ്, DNA വരുന്നതാണ് ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത്. RNA വരുന്നതാണ് വരുന്നതാണ് റൈബോസ് ഷുഗർ എന്നും റൈബോസ് പെൻഡോസ് എന്നും. DNA വരുന്നതാണ് ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ ബയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ആണ്. ഓക്കെ, ദെൻ L-സൈലുലോസ്, സൈലോസ്, റുബുലോസ്, പെൻഡോസാൻസ് ഒക്കെ അനദർ ബയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെൻഡോസിസ് ആണ്. L-സൈലുലോസ്, സൈലോസ്, റൈബുലോസ് ഇതൊക്കെ ബയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനദർ പെൻഡോസിസ് ആണ്. റൈബോസ് ഷുഗർ ഒക്കർ ഇൻ RNA ആൻഡ് ഡിയോക്സി റൈബോസ് ഷുഗർ ഒക്കേഴ്സ് ഇൻ DNA. ഓക്കെ, അപ്പം നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ്. റൈബോസ് ഫോസ്ഫേറ്റ് ആർ ഓൾസോ എ പാർട്ട് ഓഫ് സെർട്ടൈൻ കോഎൻസൈംസ്. കോഎൻസൈംസിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ് റൈബോസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്, കോഎൻസൈംസിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. ദെൻ സൈലുലോസ് ഈസ് ദി സൈലുലോസ് ഈസ് എ മെറ്റാബോളൈറ്റ് ഓഫ് ഗ്ലൂക്കോറോണിക് ആസിഡ്. ഗ്ലൂക്കോറോണിക് ആസിഡിൻ്റെ മെറ്റാബോളൈറ്റ് ആയിട്ട് വരുന്നതാണ് സൈലുലോസ് എന്ന് പറയുന്നത്. ദെൻ is excreted in the urine of human affected with a hereditary abnormality in metabolism called pendosuria. അപ്പോൾ പെൻഡോസൂറിയ ഉള്ളവരിൽ വരുന്ന ഒരു മെറ്റാബോളൈറ്റാണ് L-സൈലുലോസ് എന്ന് പറയുന്നത്. L-സൈലുലോസ് ഈസ് എ മെറ്റാബോളൈറ്റ് ഓഫ് ഗ്ലൂക്കോറോണിക് ആസിഡ്. അത് യൂറിനിലാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഇനി പെൻഡോസൂറിയ ഉള്ളവരിൽ ഈ പറയുന്നത് ഈ ഗ്ലൂക്കോറോണിക് ആസിഡ് കൂടുതലായിട്ടും എക്സ്ക്രീറ്റ് ചെയ്യാറുണ്ട്. ദെൻ അടുത്തതാണ് മെഥിൽ പെൻറ്റോസ് എന്ന് പറയുന്നത്. മെഥിൽ പെൻറ്റോസ് ഓക്കെ, അപ്പോൾ മെഥിൽ പെൻറ്റോസ് ഫ്യൂക്കോസ് ഒക്കേഴ്സ് ഇൻ ഹ്യൂമൻ മിൽക്ക് ആൻഡ് ഫുഡ് ഗ്രൂപ്പ് ഓഫ് സബ്സ്റ്റൻസസ്. അടുത്തതാണ് മെഥിൽ പെൻറ്റോസ് ഫ്യൂക്കോസ് എന്ന് പറയുന്നത്. ഇത് ഹ്യൂമൻ മിൽക്കിൽ കാണുന്ന ഒരു കമ്പോണൻ്റ് ആണ്. ദെൻ റിബുലോസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഇൻ ഫോട്ടോസിന്തസിസ്. അപ്പോൾ റിബുലോസ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിക്കുമ്പോൾ റുബിലോസിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. RUBP എന്തിനാണ് എടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. RUBP ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദെൻ പെൻഡോസാൻ എന്ന് പറയുന്നത് അനദർ കമ്പോണൻ്റ് ആണ്. അത് വുഡ് ഗംസിൽ കാണുന്ന കമ്പോണൻസ് ആണ്. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒന്ന് L-സൈലുലോസ് ആണ്. ഇത് മെറ്റാബോളൈറ്റ് ഓഫ് ഗ്ലൂക്കറോണിക് ആസിഡ് ആണ്. ഇത് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഏത് കണ്ടീഷൻസിലാണ് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? പെൻഡോസൂറിയ വരുന്ന കണ്ടീഷൻസിലാണ് ഇത് വരുന്നത്. ഇത് ഹെറിഡിറ്ററി അബ്നോർമാലിറ്റി ആണ്.
അടുത്തതാണ് മെഥിൽ പെൻഡോസ് ഫ്യൂക്കോസ് എന്ന് പറയുന്നത്, ഹ്യൂമൻ മിൽക്കിൽ കാണുന്ന സബ്സ്റ്റൻസസ് ആണ്. അടുത്തതാണ് റൈബുലോസ് എന്ന് പറയുന്നത്, ഇത് ഫോട്ടോസിന്തസിസിൽ വരുന്ന കോമ്പൗണ്ട് ആണ്. പെൻഡോസാൻ എന്ന് പറയുന്നത് വുഡ് ഗംസിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് റൈബോസിനെ കുറിച്ചിട്ടാണ്. റൈബോസ് എന്ന് പറയുന്നത് വാട്ടറിൽ സൊല്യൂബിൾ ആണ്, സ്വീറ്റ് ടേസ്റ്റ് ഉള്ളതാണ്, ക്രിസ്റ്റലൈൻ ഫോം ആണ്. റൈബോസ് എപ്പോഴും ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പെൻഡോസ് ആണ് റൈബോസ് എന്ന് പറയുന്നത്. ഇതൊരു ആൽഡോ പെൻഡോസ് ആണ്. ഇതിനകത്ത് എന്തുണ്ടായിരിക്കും? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അല്ലെ, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ആൽഡോ പെൻഡോസ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ചെയിനിലാണെങ്കിൽ വൺ എൻഡ് ഹാസ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആൻഡ് അനദർ എൻഡ് ഹാസ് പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ്. ഇതൊരു റിംഗ് ചെയിൻ ആണ്. റിംഗ് ചെയിൻ ആണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്, റിംഗ് ചെയിൻ ആണ്. ഇനി സ്ട്രെയിറ്റ് ചെയിനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിംഗ് ചെയിനും വരും. അപ്പം ഇത് റിംഗ് ചെയിൻ ആണ്. നമ്മൾ കൂടുതലായിട്ടും റിംഗ് ചെയിൻ സ്ട്രക്ചേഴ്സ് ആയിരിക്കും കാണുന്നുണ്ടാവുക. അപ്പം അത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കാം. In other 3 carbon have a secondary alcoholic group. അപ്പോൾ another 3 carbon സെക്കൻഡറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇത് റിംഗ് സ്ട്രക്ചർ ആയിരിക്കും. റിംഗ് സ്ട്രക്ചർ ഒന്ന് ഓർത്തേക്കണം കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ റൈബോസ് എന്ന് പറയുന്നത് എന്തിൻ്റെ കമ്പോണൻ്റ് ആണ്? RNAയുടെ കമ്പോണൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹെക്സോസസുകളെ കുറിച്ചിട്ടാണ്. ഹെക്സോസസ് എന്ന് പറയുന്നത് മോണോസാക്രൈഡ്സ് ആണ്. അതിനകത്ത് എത്ര കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കും? 6 കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഹെക്സോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 കാർബൺ ആറ്റം ഉള്ള മോണോസാക്രൈഡ്സ് ആണ്. മോളിക്കുലർ ഫോർമുല ഏതായിരിക്കും വരിക? C6 ആണ് വരിക കേട്ടോ. C6 ഹെക്സോസസിന് C6H10O5. C6H10O5 ആണ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല വരിക. സിമ്പിൾ ഷുഗേഴ്സ് ആയിരിക്കും, സൊല്യൂബിൾ ഇൻ വാട്ടർ ആയിരിക്കും, സ്വീറ്റ് ടേസ്റ്റ് ആയിരിക്കും, ക്രിസ്റ്റലൈൻ ഫോംസിലായിരിക്കും ഉണ്ടാവുക. ദെൻ ഹെക്സോസിസിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളവ ഉണ്ടായിരിക്കും, കീറ്റോൺ ഗ്രൂപ്പ് ഉള്ളത് ഉണ്ടായിരിക്കും. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളതിനെ പറയുന്ന പേരാണ് ആൽഡോ ഹെക്സോസ് എന്നാണ് പറയാം. കീറ്റോൺ ഗ്രൂപ്പ് ഉള്ളതിനെ പറയുന്നത് എന്താണ്? കീറ്റോ ഹെക്സോസ് അല്ലെങ്കിൽ ഹെക്സുലോസ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പെൻഡുലോസ് എന്ന് പറഞ്ഞ പോലെ കീറ്റോൺ ഗ്രൂപ്പ് ഉള്ളതിനെ ഹെക്സുലോസ് എന്നാണ് പറയാം. ഹെക്സോസസ് ആർ ബയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് ഷുഗേഴ്സ് ആൻഡ് ദ കോമൺ hexoses are glucose, galactose, mannose and fructose അല്ലെ. ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, മാനോസ് ആൻഡ് ഫ്രക്ടോസ് ആണ് കോമൺ ആയിട്ട് വരുന്നത്. മാനോസ് ആൻഡ് ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, മാനോസ് ആൻഡ് ഫ്രക്ടോസ് ആണ് കോമൺ ആയിട്ട് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഹെക്സോസസ് എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡി ഗ്ലൂക്കോസ് ആണ്. ഏറ്റവും കൂടുതൽ ലെവലിൽ കാണുന്നതാണ് ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഡി ഗ്ലൂക്കോസ് വരുന്നത് എന്തുകൊണ്ടാണ്? ഡെക്സ്റ്റോ റൊട്ടേറ്ററി ആയതുകൊണ്ടാണ് ഡി ഗ്ലൂക്കോസ് എന്നുള്ളത് വരുന്നത്. എൽ ലീവോ റൊട്ടേറ്ററി ഉണ്ട്, എൽ ഗ്ലൂക്കോസ് ഉണ്ട്. പക്ഷെ കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് കാണുന്നതും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും ഡെക്സ്റ്റോ റൊട്ടേറ്ററി ആയിട്ടുള്ള ഗ്ലൂക്കോസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ ഷുഗർ ആണ്. ഇതിനെ കനോട്ട് ഹൈഡ്രോലൈസ്ഡ് ഫർദർ. അപ്പോൾ ഇതിനെ വീണ്ടും ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റില്ല, സിമ്പിൾ ഷുഗർ ആയതുകൊണ്ട് തന്നെ. ദെൻ ഇത് കളർലെസ് ആണ്. ഡി ഗ്ലൂക്കോസ് കളർലെസ് ആണ്, ക്രിസ്റ്റലൈൻ ആണ്, ഹൈലി സൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്, സ്വീറ്റ് ടേസ്റ്റ് ആണ്. നമ്മൾ ഹെക്സോസിൻ്റെ കോമൺ കോമ്പൗണ്ട് പറഞ്ഞതെല്ലാം, കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞതെല്ലാം ഡി ഗ്ലൂക്കോസിനും വരും. ദെൻ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഫ്രീ സ്റ്റേറ്റ് ഇൻ സ്വീറ്റ് ഫ്രൂട്ട്സ്, എസ്പെഷ്യലി ഹണി, ഗ്രേപ്സ്. in combined form in different present sucrose, cellulose, starch and glycogen. അപ്പം ഇതെല്ലാം സുക്രോസ് എന്ന് പറയുന്നത് ഡൈസാക്രൈഡ് ആണ്, സെല്ലുലോസ്, സ്റ്റാർച്ച് ആൻഡ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് പോളിസാക്രൈഡ് ആണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലോട്ട് പോവാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്ലൂക്കോസ് ഇതിലെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഡി ഗ്ലൂക്കോസ് എല്ലാം ഇതിനകത്ത് കാണുന്നുണ്ട്. In human blood, it's contained 1 milligram per 100 ml of blood. 100 ml of blood 1 milligram കാണുന്നുണ്ട്. Then oxidation of glucose provide immediate energy. Immediate energy provide ചെയ്യുന്നുണ്ട്. Oxidation of glucose provide immediate energy. അതുകൊണ്ടാണ് നമ്മൾ എന്തായിട്ട് നമ്മുടെ എനർജി സോഴ്സ് ആയിട്ട് നമ്മുടെ ബോഡി ഗ്ലൂക്കോസിനെ എടുക്കുന്നത്. ഓക്സിഡേഷനിലൂടെയാണ് നമുക്ക് നമ്മുടെ മെറ്റാബോളിസത്തിൻ്റെ അല്ലെങ്കിൽ റെസ്പിറേഷൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എനർജി കിട്ടുന്നത്. ഗ്ലൂക്കോസ് നമ്മുടെ ഇമ്മീഡിയറ്റ് എനർജി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഇറ്റ് ഈസ് ദ മേജർ മെറ്റാബോളിക് ഫ്യൂവൽ ഓഫ് സെൽസ്.
Hence, glucose is described as the carbohydrate currency of the body. ഓർത്ത് വെക്കണേ, കാർബോഹൈഡ്രേറ്റ് കറൻസി ഓഫ് ദി ബോഡി എന്താ? ഗ്ലൂക്കോസ് ആണ്. കാർബോഹൈഡ്രേറ്റ് എനർജി കറൻസി പറയുമ്പോൾ അത് ATP ആണ്. അപ്പൊ തെറ്റരുത്, കാർബോഹൈഡ്രേറ്റ് കറൻസി എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ദെൻ അതിൽ തന്നെ ഡി ഗ്ലൂക്കോസും ഗ്ലൂക്കോസും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഡി ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക. അതാണ് കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. പൊതുവെ അങ്ങനെ തരില്ല, പക്ഷെ നമുക്ക് എപ്പോഴും എന്തായിരിക്കും, കൂടുതലും ഗ്ലൂക്കോസിന് തന്നെയായിരിക്കും തരിക. അപ്പം മനസ്സിൽ ഓർത്ത് വയ്ക്കുക, കാർബോഹൈഡ്രേറ്റ് കറൻസി ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് ഗ്ലൂക്കോസും എനർജി കറൻസി ഓഫ് ദി ബോഡി എന്ന് പറയുന്നത് ATP ആണ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റും ആണ്. ഓക്കെ, ദെൻ ഡി ഗ്ലൂക്കോസ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ഡെക്സ്റ്റോ റൊട്ടേറ്ററി കോമ്പൗണ്ട്, ഹെൻസ് ദി നെയിം ഡി ഗ്ലൂക്കോസ് ഷോസ് മ്യൂട്ടോ റൊട്ടേഷൻ. ഇപ്പം മ്യൂട്ടോ റൊട്ടേഷൻ കാണിക്കുന്നത് കൊണ്ട് ഡെക്സ്റ്റോ റൊട്ടേറ്ററി ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഡി ഗ്ലൂക്കോസ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എപ്പോഴും ഓർമ്മ വേണം. 6 കാർബൺ ആണെങ്കിൽ അത് ഓർത്ത് വെക്കാം. ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറിൽ 6 കാർബൺസ് ഉണ്ടായിരിക്കും. ഇതാണ് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എന്ന് വരുന്നത്. പൊതുവെ സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവാറില്ല. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റണം, കാരണം ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം ടഫാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എഴുതാൻ പോകുന്നത് HSST ആണ്. ചിലപ്പോൾ അവർ കുറച്ചും കൂടിയും ഒരു നമ്മുടെ ഐസറിൻ്റെ ഒക്കെ രീതിയിലോ അല്ലെങ്കിൽ UGCയുടെ ഒക്കെ രീതിയിലുള്ള പേപ്പറുകളാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യനുകളായിട്ട് എന്ത് വരാം, പിക്ചേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, പിക്ചേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിക്ചേഴ്സുകളൊന്ന് ഓർത്ത് വെക്കണം. സിമ്പിളാണ്, ഒന്നുമില്ല. ഇവിടെ നമുക്ക് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടോയെന്ന് നോക്കുക, അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ടോണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഏകദേശം പിടികിട്ടും അത് ഗ്ലൂക്കോസ് ആണെന്ന്. ഗ്ലൂക്കോസ് അല്ല, കാർബോഹൈഡ്രേറ്റുകളാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പിന്നെ എത്ര കാർബണുകൾ ഉണ്ടെന്ന് നോക്കുക. എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന സ്ട്രക്ചറുകളൊക്കെ നോക്കുക കേട്ടോ. ദെൻ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസ് എന്ന് പറയുന്നത് മോണോസാക്രൈഡ് ആണ്. ഇതൊരു കീറ്റോ ഹെക്സോസ് ആണ്. അപ്പോൾ ഡി ഗ്ലൂക്കോസ് ഒരു ആൽഡോ ഹെക്സോസ് ആണ്, ഇതൊരു കീറ്റോ ഹെക്സോസ് ആണ്. കീറ്റോസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കീറ്റോൺ ഗ്രൂപ്പ് ഉള്ളതിനെയാണ് കീറ്റോ ഹെക്സോസ് എന്ന് പറയുന്നത്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളതിന് ആൽഡോ ഹെക്സോസ് എന്നാണ് പറയാം. ഇറ്റ് ഈസ് എ ഷുഗർ വിത്ത് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റ് ആൻഡ് സ്വീറ്റ്. അപ്പോൾ സ്വീറ്റ് ടേസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ക്രിസ്റ്റലൈൻ സ്റ്റേറ്റും ആയിട്ട് ഉണ്ടായിരിക്കും. വാട്ടറിൽ ഹൈലി സൊല്യൂബിൾ ആണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ഇറ്റ് ഓക്കേഴ്സ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ഹണി ഇൻ ദ ഫോം ഓഫ് ഒലിഗോസാക്രൈഡ്സ് ആൻഡ് പോളിസാക്രൈഡ്സ്. അപ്പോൾ ഒലിഗോസാക്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. രണ്ട് മോണോസാക്രൈഡിനേക്കാളും കൂടുതലുള്ളത്, അതായത് 3 അതിലധികമോ ഒക്കെ വരുന്നതിനെയാണ് ഒലിഗോസാക്രൈഡ്സ് എന്ന് പറയുന്നത്. പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഷുഗേഴ്സ് ആണ് വരുന്ന ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈഡ് യൂണിറ്റുകൾ ഉള്ളത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ സ്റ്റേറ്റ് ഓഫ് സെമിനൈൽ പ്ലാസ്മ. ഓക്കെ, അപ്പം ആസ് സച്ച് ഫ്രക്ടോസ് എന്നുള്ള രീതിയിൽ കാണുന്നത് സെമിനൈൽ പ്ലാസ്മയിലാണ്. അപ്പം സെമിനൈൽ പ്ലാസ്മയിൽ നമ്മൾ അതിൻ്റെ കമ്പോണൻസ് പഠിക്കുന്ന സമയത്ത് അതിൽ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഫ്രക്ടോസ് ആണ്. ഒരു പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു UGC ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ സെമിനൈൽ പ്ലാസ്മയിലുള്ള കാർബോഹൈഡ്രേറ്റ് കമ്പോണൻ്റ് എന്താണ് എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഫ്രക്ടോസ് ആണ് കേട്ടോ. സെമിനൈൽ പ്ലാസ്മയിൽ ഉണ്ടാവുന്ന കാർബോഹൈഡ്രേറ്റ് കമ്പോണൻറ്റ് ഫ്രക്ടോസ് ആണ്. ഓക്കെ, ഓർത്ത് വെക്കണം കേട്ടോ. ഇറ്റ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ. അപ്പോൾ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഒരു റെഡ്യൂസിങ് ഷുഗർ ആണ്. ഇറ്റ് റെഡ്യൂസസ് ടോളറൻസ് റിയേജൻറ്റ് ആൻഡ് ഫെയിലിംഗ് സൊല്യൂഷൻ. അപ്പോൾ ഫെയിലിംഗ് സൊല്യൂഷനെയും ടോളറൻസ് റിയേജൻറ്റിനെയും റെഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഏത്, ഫ്രക്ടോസ്. ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആണ്, ലീവോ റൊട്ടേറ്ററി ആണ്. അപ്പം ഡി ഗ്ലൂക്കോസ് ഡെക്സ്റ്റോ റൊട്ടേറ്ററി എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇത് ലീവോ ഷുഗർ ആണ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് റൊട്ടേഷൻ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിനെ ലീവോ റൊട്ടേറ്ററി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ലീവോ റൊട്ടേറ്ററി ആണ്. ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സെല്ലുലാർ മെറ്റാബോളിസം. സെല്ലുലാർ മെറ്റാബോളിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഇത് ചെയ്യുന്നുണ്ട്. ഇൻ ദി ഇൻഡസ്റ്റൈൻ ആൻഡ് ലിവർ ഫ്രക്ടോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ദെൻ യൂസ്ഡ് ബൈ ദി ഓർഗൻ. അപ്പോൾ ലിവറിൽ നമ്മുടെ ബോഡിയിൽ കൂടുതലും ഗ്ലൂക്കോസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ഇന്ന് ഫ്രക്ടോസ് എന്നുള്ള രീതിയിൽ നമ്മുടെ സെമിനൈൽ പ്ലാസ്മയിൽ, നമ്മുടെ മീൻസ് മെൻസിൻ്റെ സെമിനൈൽ പ്ലാസ്മയിലാണ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഇതിനൊക്കെ ലിവറിലും ഇൻഡസ്റ്റൈനിലും ഇതിനെ കൺവേർട്ട് ചെയ്യും. എങ്ങനെ? ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ്. അതാണ് നമ്മുടെ ഓർഗൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മുടെ മനസ്സിൽ വെക്കണം കേട്ടോ. എവിടെ വെച്ചിട്ടാണ് ഫ്രക്ടോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഇൻഡസ്റ്റൈനിലും ലിവറിലും. ഓക്കെ, ഫൈൻ. ദെൻ ഇതാണ് നമ്മുടെ ഫ്രക്ടോസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന പോലെ എന്തായിരിക്കും ഡിഫറൻസ് വരുന്നുണ്ടാവുക? കീറ്റോൺ ഗ്രൂപ്പ് അല്ലേ, C+O കീറ്റോൺ ഗ്രൂപ്പാണ് ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചറിൽ ഡിഫറൻസ് ആയിട്ട് വരുന്നുണ്ടാവുക. ക്ലിയർ ആയല്ലോ? കീറ്റോൺ ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ ഓക്കെ, ഫൈൻ. ദെൻ അടുത്തതാണ് ഗാലക്ടോസ്. ഇറ്റ് ഈസ് ദ കമ്പോണൻസ് ഓഫ് മിൽക്ക് ഷുഗർ. നമുക്കറിയാം ഗാലക്ടോസ് എന്ന് പറയുന്നത് മിൽക്ക് ഷുഗറിൽ വരുന്നതാണ്. ലാക്ടോസ് എന്ന് പറയുന്നത് മിൽക്ക് ഷുഗർ ആണ്. അതിൽ രണ്ടെണ്ണമാണ് വരും, ഒന്ന് ഗാലക്ടോസും ഗ്ലൂക്കോസും ആണ്. അപ്പം ഗാലക്ടോസ് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മിൽക്ക് ഷുഗറിലാണ്. ഓക്കെ, മിൽക്ക് ഷുഗറിലാണ്. ഓക്കെ, ക്ലിയർ. ഇൻ ലിവർ ഗാലക്ടോസ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ഗ്ലൂക്കോസ്. ലിവറിൽ ഗാലക്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഇതൊരു റെഡ്യൂസിങ് ഷുഗർ ആണ്. ഇറ്റ് ഈസ് ഓൾസോ സൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്. ദെൻ ഇറ്റ് ഈസ് ആൽഡോഹെക്സോസ്. അപ്പോൾ ഫ്രക്ടോസ് ആണ് നമ്മൾ ഇതിൽ കീറ്റോഹെക്സോസിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ഡി ഗ്ലൂക്കോസ് ആൽഡോഹെക്സോസ് ആണ്, ഗാലക്ടോസ് ആൽഡോഹെക്സോസ് ആണ്, മറക്കരുത് കേട്ടോ. ദെൻ ഇതിൻ്റെ റിംഗ് സ്ട്രക്ചറാണ് വരുന്നത്. റിംഗ് സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ അതിൻ്റെ ഓപ്പൺ സ്ട്രക്ചേഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? സോ ഗാലക്ടോസ്. നൗ നമ്മൾ പറയാൻ പോകുന്നത് ഒലിഗോസാക്കറൈഡ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിന് മുമ്പ് നമ്മൾ പറഞ്ഞതൊന്ന് ഞാൻ ഓടിച്ചു പറയാം. ഏതൊക്കെയാണ് എക്സോസിൽ വരുന്നത് നമ്മൾ പഠിക്കുക. മേജറായിട്ട് നമ്മൾ പഠിക്കുന്ന ഒന്ന് ഡി ഗ്ലൂക്കോസ്, രണ്ടാമത്തത് ഏതാണ്? ഫ്രക്ടോസ്, മൂന്നാമത്തത് ഗാലക്ടോസ്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. ദെൻ അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന ഒലിഗോസാക്കറൈഡ്സ് ആണ്. ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞത് ഏതാണ്? രണ്ടിൽ കൂടുതൽ, രണ്ടോ രണ്ടിലധികമോ ഒക്കെ ആയിട്ട് എന്ത് വരുന്നത്? മോണോസാക്കറൈഡ് യൂണിറ്റുകൾ വരുന്നതിനെയാണ് ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഒലിഗോസാക്കറൈഡ്സിനെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് പറയാം കേട്ടോ. Oligosaccharides are the sugars which yield 2 to 10 monosaccharide molecules on hydrolysis. അപ്പോൾ ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് രണ്ടോ അതിലധികമോ മോണോസാക്കറൈഡ് യൂണിറ്റുകൾ കിട്ടുവാണെങ്കിൽ അവയെ ഒലിഗോസാക്കറൈഡ്സ് എന്നാണ് പറയാം. അപ്പോൾ ഒലിഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂ, സാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ ഷുഗർ. അപ്പോൾ ഒലിഗോസ് ഹൈഡ്രോളിസിസിൻ്റെ സമയത്ത് കൂടുതലധികം ഷുഗർ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മോണോ സാക്കറൈഡ്സ് കിട്ടുവാണെങ്കിൽ അതിന് ഒലിഗോസാക്കറൈഡ്സ് എന്ന് പറയും. സ്വീറ്റ് ടേസ്റ്റ് ആണ്, സൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്. കോമൺ ആയിട്ട് വരുന്ന ഒലിഗോസാക്കറൈഡ്സ് ആണ് മാൽട്ടോസ്, ലാക്ടോസ്, സുക്രോസ്, റാമിനോസ്. ഓക്കെ, മാൾട്ടോസ്, ലാക്ടോസ്, സുക്രോസ് ആൻഡ് ആമിനോസ്. പിന്നെയും കൂടുതൽ കോമ്പൗണ്ട്സ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് കേട്ടിരിക്കുന്നത് മാൾട്ടോസ്, ലാക്ടോസ്, സുക്രോസ് ഒക്കെയാണ് മെയിനായിട്ട് നമ്മൾ കേട്ടിരിക്കുന്നത്. In oligosaccharides, the monosaccharides are linked by glycosidic bond. അപ്പോൾ മോണോസാക്കറൈഡ്സുകളെ ലിങ്ക് ചെയ്തിരിക്കുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഓർമ്മയിൽ വെക്കണം. ലിങ്ക് ചെയ്തിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റുകളിൽ ഡൈസാക്കറൈഡുകൾ തൊട്ട് എല്ലാത്തിലും വരുന്ന ലിങ്കിങ് ബോണ്ട് എന്ന് പറയുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്, ഓർമ്മയിൽ വരണം കേട്ടോ. എന്താണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്? ഇപ്പോൾ രണ്ട് മോണോസാക്കറൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യും. ഒരു വാട്ടറിനെ എലിമിനേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്, ഒരു വാട്ടറിനെ എലിമിനേറ്റ് ചെയ്ത് വരുന്നതാണ് എന്ത് പറയുന്നത്? ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്. കണ്ടോ? എന്നിട്ട് ഏതാണ്? ഫസ്റ്റ് കാർബണും ഫോർത്ത് കാർബണും തമ്മിൽ ലിങ്കാണ് വരിക. കണ്ടോ? രണ്ട് ഫസ്റ്റ് കാർബണും ഫോർത്ത് കാർബണും എന്താണ് എലിമിനേറ്റ് ചെയ്യുന്നത്? വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത്. സോ ഗ്ലൈക്കോസിഡിക് bond is formed between first carbon atom of one glucose and fourth carbon atom of second glucose.
During the formation, the hydroxyl group of first carbon atom is eliminated along with the hydrogen of the fourth carbon. അപ്പം ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫസ്റ്റ് കാർബണും അതേപോലെ തന്നെ ഫോർത്ത് കാർബണിൽ ഒരു ഹൈഡ്രജനും കൂടെ ചേർന്ന് വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദ റിമൈനിങ് ഓക്സിജൻ ആറ്റം ഫോംസ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ബിറ്റ്വീൻ ഫസ്റ്റ് കാർബൺ ആറ്റം ആൻഡ് ഫോർത്ത് കാർബൺ ആറ്റം. ഇപ്പോൾ ഫസ്റ്റ് കാർബൺ ആറ്റവും ഫോർത്ത് കാർബൺ ആറ്റവും കൂടെ ചേർന്നിട്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. ദ എലിമിനേറ്റഡ് OH ആൻഡ് H ജോയിൻ ടുഗദർ ടു ഫോം വാട്ടർ മോളിക്യൂൾസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇതാണ് ഇവിടെ നടക്കുന്നത്. വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വാട്ടറിനെ എലിമിനേറ്റ് ചെയ്തിട്ട് വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കാർബണിലെ OHഉം സെക്കൻഡ് കാർബൺ ഫോർത്ത് കാർബണിലെ ഹൈഡ്രജനും കൂടെ ചേർന്ന് വാട്ടർ മോളിക്യൂൾ വരികയാണ്. ആ വാട്ടർ മോളിക്യൂൾ പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? വാട്ടർ മോളിക്യൂൾ പോയി കഴിയുമ്പോൾ ഈ ഓക്സിജൻ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഓക്സിജൻ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒലിഗോസാക്കറൈഡ്സ് ആണ്. ഒലിഗോസാക്കറൈഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3 or more types based on the number of monosaccharide molecules released on hydrolysis. They are disaccharide, trisaccharide, tetrasaccharides. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈസാക്രൈഡ്, ട്രൈസാക്രൈഡ്, ടെട്രാസാക്രൈഡ്സ്, പെൻഡാസാക്രൈഡ്സ് എന്നങ്ങനെ പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 3 സാക്രൈഡ്സിനെയാണ്. ഡൈസാക്രൈഡ്, ട്രൈസാക്രൈഡ് ആൻഡ് ടെട്രാസാക്രൈഡ്സ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡൈസാക്രൈഡ്സിനെ കുറിച്ചിട്ടാണ്. ഡൈസാക്രൈഡ്സിൽ മേജറായിട്ട് വരുന്ന ഡൈസാക്രൈഡുകൾ ആണ് നമ്മൾ പറയുന്നത്. ഡൈസാക്രൈഡുകൾ ഇതിൽ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോൺ റെഡ്യൂസിങ് ഡൈസാക്രൈഡ്സ് ആൻഡ് റെഡ്യൂസിങ് ഡൈസാക്രൈഡ്സ് എന്ന് പറഞ്ഞിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നോൺ റെഡ്യൂസിങ് ഡൈസാക്രൈഡ്സുകളെ ഗ്ലൈക്കോസിൽ ഗ്ലൈക്കോസൈഡ്സ് എന്നാണ് പറയുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ C1 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഫസ്റ്റ് കാർബണും രണ്ടാമത്തെ മോണോസാക്രൈഡിലുള്ളതിൽ ഫസ്റ്റ് കാർബൺ. അതുകൊണ്ടാണ് C1 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാണ് അതിനകത്ത് വരിക. അപ്പം അങ്ങനെ വരുന്നവയാണ് സുക്രോസും ട്രഹലോസും. അപ്പോൾ 2 എണ്ണമാണ് നോൺ റെഡ്യൂസിങ് ഡൈസാക്രൈഡ്സിൽ വരുന്നതാണ് സുക്രോസും ട്രഹലോസും. അവരിൽ വരുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഗ്ലൈക്കോസിൽ ഗ്ലൈക്കോസൈഡ്സ് ആണ്. അവിടെ ഗ്ലൈക്കോസിൽ ഗ്ലൈക്കോസൈഡ്സ് ആണ്. അത് എന്തുകൊണ്ടാണ് വന്നത്? C1 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആയിരിക്കും ഇതിൽ കാണാം. ഇനി അടുത്തത് റെഡ്യൂസിങ് ഡൈസാക്രൈഡ്സിൽ ഗ്ലൈക്കോസിൽ ആൽഡോസ് ഓർ ഗ്ലൈക്കോസിൽ കീറ്റോസിസ് ആണ് വരിക. 2 എണ്ണം വരും. ഗ്ലൈക്കോസിൽ ആൽഡോസ് ആൻഡ് ഗ്ലൈക്കോസിൽ കീറ്റോസിസ് വരും. റെഡ്യൂസിങ്ങിൽ 2 ലിങ്കേജുകളാണ് ഒന്നുണ്ടാവുക. ഒന്ന് C1C4 നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ ഗ്ലൈക്കോസിഡിക് ലിങ്കേജും C1,6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും വരുന്നതുണ്ട്. ഓക്കെ, അപ്പോൾ നോൺ റെഡ്യൂസിങ്ങിലാണെങ്കിൽ C1 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും റെഡ്യൂസിങ്ങിൽ 2 തരത്തിലാണ് വരുന്നത്. ഒന്ന് C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും അടുത്തത് C1C6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജും. അപ്പോൾ C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജിൽ വരുന്നതാണ് ലാക്ടോസ്, മാൾട്ടോസ്, സെല്ലോബയോസ്. ഏതൊക്കെയാണ്? ലാക്ടോസ്, മാൾട്ടോസ്, സെല്ലോബയോസ്. അപ്പോൾ C1C4 വരുന്ന ലാക്ടോസ്, മാൾട്ടോസ്, സെല്ലോബയോസ്. C1C6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജിൽ ജെൻഡോബയോസ്, മെലിബയോസ്. അപ്പം നോർമലി ഡൈസാക്രൈഡുകൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇനി കൂടി വന്ന റെഡ്യൂസിങ് ഡൈസാക്രൈഡ് ഏതാണ്, നോൺ റെഡ്യൂസിങ് ഡൈസാക്രൈഡ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇനി അതിലും വിട്ടിട്ട് എക്സെപ്ഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ വന്നാലാണ് ഈ പറയുന്ന ബോണ്ടുകളിലേക്കൊക്കെ അവർ ഡീപ്പായിട്ട് പോവുള്ളൂ. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി വരുന്നത് കൊണ്ട് നമ്മളത് പഠിച്ചില്ല എന്നുള്ളൊരു സങ്കടം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ C1C4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ലാക്ടോസ്, മാൾട്ടോസ്, സെല്ലോബയോസ്. C1C6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ജെൻഡോബയോസ്, മെലിബയോസ്. ഇത് റെഡ്യൂസിങ് ആണ്. അപ്പം ലാക്ടോസ്, മാൾട്ടോസ്, സെല്ലോബയോസ്, ജെൻഡോബയോസ്, മെലിബയോസ് റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. അപ്പോൾ എളുപ്പം ഏതാ? നോൺ റെഡ്യൂസിങ് ഡൈസാക്രൈഡ്സിനെ കുറിച്ച് പഠിക്കായിരിക്കും. അതിൽ 2 ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം റെഡ്യൂസിങ് ആണ്.
അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പം നോൺ റെഡ്യൂസിങ് എന്ന് പറയുന്നത് സുക്രോസും ട്രഹലോസും ആണ് നോൺ റെഡ്യൂസിങ് ഡൈസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അടുത്ത് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലുകളിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.